പ്രിയമുള്ള വേദിയിലും സദസ്സിലുമുള്ള വിശിഷ്ട വ്യക്തിത്വങ്ങളെ, CRC തെക്കേപ്പുറം രചിച്ച ഓട്ടമുക്കാലിൻ്റെ വിസ്മയം എന്ന പുസ്തകമാണ് ഇവിടെ പ്രകാശനം ചെയ്തത്. മലയാള ഭൂമി പ്രസിദ്ധീകരിച്ച ഈ പുസ്തകത്തിൻ്റെ വായന നിർവഹിക്കാൻ കഴിഞ്ഞിട്ടില്ല. കൂടുതൽ വായനക്കാരിലേക്ക് എത്തുവാനും ചർച്ച ചെയ്യാനും ഈ കൃതിക്ക് കഴിയട്ടെ എന്ന് മാത്രം ആശംസിക്കുന്നു. ഗ്രന്ഥകാരനും എല്ലാവിധ ആശംസകളും അർപ്പിക്കുന്നു. വേദിയിലിരിക്കുന്ന എല്ലാ വിശിഷ്ട അതിഥികളെ, CRC തെക്കേപ്പുറം രചിച്ച ഓട്ടമുക്കാലിൻ്റെ വിസ്മയം എന്ന പുസ്തകത്തിൻ്റെ പ്രകാശനമാണ് ഇവിടെ നടന്നത്. ഈ പ്രോഗ്രാം കാണുവാനിവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. കൂടാതെ എന്നെ ഇവിടെ ക്ഷണിച്ച ഈ പുസ്തകത്തിൻ്റെ രചയിതാവും കൂടാതെ ഇക്ബാൽ സാറിനും നന്ദി അറിയിക്കുന്നു. ഈ പുസ്തകം രചിച്ച CRC തെക്കേപ്പുറം സാറിന് സർവ്വ ഐശ്വര്യങ്ങളും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ഓട്ടമുക്കാലിൻ്റെ വിസ്മയം. ഓട്ടമുക്കാൽ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ തലമുറയ്ക്ക് എത്രത്തോളം അതിനെക്കുറിച്ച് അറിയും, അല്ലെങ്കിൽ ഈ ഓട്ടമുക്കാലായിട്ട് എത്രത്തോളം ബന്ധമുണ്ട് എന്നുള്ളത് എനിക്കറിയില്ല. എന്നിരുന്നാലും ഇന്നും നമ്മുടെ സമൂഹത്തിൽ നിന്നൊക്കെ വിട്ടുമാറി നിൽക്കുന്ന ഒറ്റ പൈസയുടെ ഒരു മൂല്യമുള്ള പഴയ കാലത്തെ ഒരു നാണയമാണ് ഓട്ടമുക്കാൽ. ആ ഓട്ടമുക്കാലിൽ നിന്ന് ഒരു ജീവിതം കരുപ്പിടിപ്പിച്ചുകൊണ്ട് മറിയാമു എന്ന് പറയുന്ന ഒരു അമ്മ, ആ അമ്മയുടെ ജീവിത സഹന വഴികളാണ് ഓട്ടമുക്കാലിലൂടെ ഞാൻ പറഞ്ഞിട്ടുള്ളത്. ഇത് പഴയ കാലത്തെ ഒരു 50-60 വർഷം മുൻപുള്ള നമ്മുടെ സാമൂഹ്യ സാംസ്കാരിക ജീവിതത്തിൻ്റെ ഒരു പശ്ചാത്തലമാണ് ഇതിൽ പ്രതിപാദിച്ചിരിക്കുന്നത്. മാടനും മറുതയും അന്ധവിശ്വാസങ്ങളും വിശ്വാസങ്ങളും ഇഴചേർന്നിട്ടുള്ള ഒരു പഴയ കാലഘട്ടം. അന്ന് നമുക്ക് തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയും ഐത്തം നിലനിന്നിരുന്നൊരു സമൂഹത്തിൽ നിന്ന് ഇന്ന് പരിഷ്കാരങ്ങളുടെ ആധുനികതയുടെ കമ്പ്യൂട്ടർ യുഗത്തിൽ എത്തി നിൽക്കുകയാണ് നമ്മൾ. പക്ഷെ ഇതൊക്കെ അന്നത്തെ ആ പഴയ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നെങ്കിലും അന്ന് നമ്മുടെ സമൂഹത്തിൽ നിലനിന്നിരുന്നൊരു കൂട്ടായ്മയുണ്ട്. അത് ഇന്നത്തെ സ്നേഹത്തിനേക്കാളും വലിയ 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 വലിയൊരു വികാരമായിരുന്നു. ഇന്ന് നമ്മൾ ഒരു വീട് വയ്ക്കാൻ തുടങ്ങുന്നതിൻ്റെ മുൻപേ വലിയൊരു മതിൽക്കെട്ടാണ് നമ്മൾ സൃഷ്ടിക്കുന്നത്. ആ മതിൽക്കെട്ട് സൃഷ്ടിക്കുന്നതോട് കൂടിയിട്ട് നമ്മുടെ സമൂഹത്തിൽ, അല്ലെങ്കിൽ നമ്മുടെ തൊട്ട അടുത്ത അയൽവക്കക്കാരനെ അറിയാത്തൊരു സാഹചര്യമാണ് നമ്മൾ സൃഷ്ടിക്കുന്നത്. പഴയ കാലത്ത് ഒരു വീട്ടിലൊരു വിശേഷം ഉണ്ടായാൽ, ഒരു അപകടം ഉണ്ടായി കഴിഞ്ഞാൽ നമ്മുടെ ബന്ധുക്കൾ ഓടിക്കൂടുന്നതിനേക്കാൾ മുമ്പ് നമ്മുടെ തൊട്ട അയൽവക്കത്തെ സ്നേഹിതന്മാരും കൂട്ടുകാരുമാണ് ഓടിയെത്തി നമ്മളെ സഹായിക്കുകയും ചെയ്യുക. അവര് നമ്മുടെ കൂടെ എന്നും എപ്പോഴും ഉണ്ടായിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഇന്ന് നമ്മൾ ഈ കമ്പ്യൂട്ടർ യുഗത്തിൽ എത്തി നിൽക്കുന്ന സമയത്ത് നമ്മുടെ സ്നേഹബന്ധങ്ങളൊക്കെ മറന്നു നൈമിത്തികമായിട്ടുള്ള ഒരു ജീവിതയാത്രയാണ് നമ്മൾ തുടരുന്നത്. അപ്പോൾ ആ പഴയ കാലഘട്ട ജീവിതത്തെ നമുക്ക് നമ്മുടെ സമൂഹത്തിന് ഒരു ഓർമ്മപ്പെടുത്തലായി. ഇത് എൻ്റെ അമ്മ മറിയാമു എന്ന് പറയുന്നൊരു സ്ത്രീയുടെ പഴയ കാലഘട്ടത്തിലെ ജീവിത സാഹചര്യങ്ങളിലെ സഹനത്തിൻ്റെ ഒരു കഥയാണ്. ആ കഥയാണ് ഇതിൽ പരാമർശിച്ചിട്ടുള്ളത്. ഇത്
കൂടുതൽ വായനക്കാരിലേക്ക് എത്തിക്കാൻ വേണ്ടി പരിശ്രമിച്ച് ഈ പുസ്തകം പബ്ലിഷ് ചെയ്തിട്ടുള്ള മലയാള ഭൂമിക്ക് ഞാൻ എൻ്റെ നന്ദി രേഖപ്പെടുത്തുന്നു. ഇത് പുസ്തകം ഏറ്റുവാങ്ങിയ, പുസ്തകം കൊടുത്ത മറ്റുള്ള വേദിയിലിരിക്കുന്നവർക്കും സ്റ്റേജിലിരിക്കുന്നവർക്കും എല്ലാവർക്കും എൻ്റെ നന്ദി അറിയിക്കുന്നു. നമസ്കാരം. നമസ്കാരം. ഈ പരിപാടിയിൽ പങ്കെടുത്തവരും ഇത് കേട്ട് ദൂരെ നിന്നിട്ടാണ് ഇത് കേട്ട് ആസ്വദിച്ച എല്ലാവർക്കും ഞങ്ങൾ ഹൃദയംഗമായ നന്ദി രേഖപ്പെടുത്തുന്നു.